എല്ലാവർക്കും നമസ്കാരം. അവർ നമ്മുടെ അടുത്ത് വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ പെരുമാറി. അവൾ എന്നെ ചീറ്റ് ചെയ്തു, അവൻ എന്നെ ചീറ്റ് ചെയ്തു, അവൻ എൻ്റെ അടുത്ത് തെറ്റായിട്ടുള്ള രീതിയിലാണ് എന്ന് പെരുമാറി, അവൻ പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ അവൾ പറഞ്ഞത് ശരിയായില്ല. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം നമ്മൾ വളരെയധികം വേദനിക്കുന്നുണ്ടായിരിക്കും. നമ്മളുടെ അടുത്തു നിന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമോഷണൽ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഇമോഷൻ കാരണം നമ്മളൊരു പക്ഷേ കരയുന്നുണ്ടായിരിക്കും, ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടായിരിക്കും, കൈ വിറയ്ക്കുന്നതായിരിക്കും, നമ്മളുടെ കവിള് ചോക്കുന്നുണ്ടായിരിക്കും. അതുപോലെ വ്യത്യസ്ത രീതിയിൽ ഇമോഷൻ നമ്മളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇമോഷനുകളെ നമ്മൾ ഫൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനോ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. കാരണം നമ്മളിങ്ങനെ ഇമോഷണലായിട്ട് അല്ലെങ്കിൽ വൾണറബിളായി നിൽക്കുന്നതെന്ന് പറയുന്നത് പലർക്കും ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ ഇമോഷൻസിനെ കുറച്ചിട്ട് നമ്മൾ ആ സിറ്റുവേഷനെ വരുന്ന സമയങ്ങളെ ആരോഗ്യപരമായിട്ട് നേരിടണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. എന്നാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഇമോഷനെ നമ്മൾ പെട്ടെന്ന് മാറ്റി നിർത്തുകയോ ചെയ്യുന്നത് കൊണ്ട് നമ്മളതിനെ ശരിയായിട്ടുള്ള രീതിയിലാണോ മാനേജ് ചെയ്യുന്നത്? അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു വഴിയാണ് മൈൻഡ്ഫുൾനെസ് ഓഫ് ദ കറൻറ്റ് ഇമോഷൻസ് എന്ന് പറയുന്ന DBT സ്കില്ല്. നമുക്ക് നോക്കാം എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് ഓഫ് കറൻറ്റ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും ടീച്ച് സ്റ്റാർട്ട് ഹാൻ പറയുകയുണ്ടായി, ഫീലിങ്സ് കംസ് ആൻഡ് ഗോ ലൈക്ക് ക്ലൗഡ്സ് ഇൻ എ വിൻഡി സ്കൈ, കോൺഷ്യസ് ബ്രീത്തിങ് ഈസ് മൈ ആങ്കർ. അതെ, ആകാശത്ത് മേഘങ്ങൾ വന്നു പോകുന്ന പോലെ നമ്മളുടെ ഫീലിങ്സ് വന്നും പോയിക്കൊണ്ടിരിക്കും. അവബോധത്തോട് കൂടിയിട്ടുള്ള ശ്വസന പ്രക്രിയയാണ് എൻ്റെ നങ്കൂരം എന്ന് പറയുന്നത്. നമ്മളുടെ ഇമോഷണൽ സഫറിങ് ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് മൈൻഡ്ഫുൾനെസ് ഓഫ് കറൻറ്റ് ഇമോഷൻസ്. ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഇമോഷനെ അതിനെ ഫുള്ളറായിട്ടുള്ള രീതിയിൽ, പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ്. പലപ്പോഴും നമുക്ക് ഇമോഷൻസ് സംഭവിക്കുമ്പോൾ നമ്മൾ അവയെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ സംഭവത്തിനെയോ ആ ഇമോഷനെയോ മാറ്റാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കും. ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ആ ഇമോഷൻ മാറിപ്പോവുകയല്ല ചെയ്യുന്നത്, ആ ഇമോഷൻ കൂടുതൽ തീവ്രമായിട്ടുള്ള രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ ഇടയാവുക ചെയ്യുന്നത്. അതിൻ്റെ ആ അവസ്ഥ വീണ്ടും നിലനിൽക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഈ ഇമോഷൻസിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് ആ ഇമോഷൻസിൻ്റെ ഇഫക്റ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുകയും അത് തുടരാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. നിങ്ങൾ കടൽ തീരത്തേക്കൊക്കെ പോയിട്ടില്ലേ? കടൽ തീരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, തിരമാലകൾ വരും പോവും, വലിയ തിരമാലകൾ വരും പോവും. ഏതെങ്കിലും തിരമാല നിങ്ങളുടെ ഒപ്പം തന്നെ കടൽ തീരത്ത് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ കടൽ തീരത്തിലെ ആ തിരമാലകളുടെ ഒപ്പം നിങ്ങൾ പോയിട്ടുമില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇമോഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വേവ് പോലെ അത് വരും പോവും. നിങ്ങളിവിടെ ചിന്തിക്കുക, നിങ്ങൾ ഈ ഇമോഷൻസിൻ്റെ മുകളിൽ സർഫ് ചെയ്യുന്ന ഒരു സർഫറാണ്. ഇമോഷൻസ് ചില സമയങ്ങളിൽ വളരെ ഉയർന്ന രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ സർഫിംഗ് ഉപകരണം ആ ഇമോഷൻസ് ആയിട്ടുള്ള വേവിൻ്റെ ഒപ്പം കുറച്ചങ്ങ് മുകളിലോട്ട് പോകും. പക്ഷേ തീർച്ചയായിട്ടും അത് താഴത്തോട്ട് വരും. മുകളിലേക്ക് പോയിട്ട് ആകാശത്തെത്താൻ പറ്റില്ലല്ലോ. ആ ഇമോഷൻസ് മുകളിലേക്ക് പോയതിന് ശേഷം പതിയെ അത് താഴേക്കും വരും, തിരമാലകൾ വരുന്ന പോലെ. ഇനി ഈ തിരമാലകളുടെ ഒപ്പം നിങ്ങൾ മുകളിൽ പോകുന്ന സമയത്ത് വളരെയധികം പേടിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ആ സമയത്ത് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആ ഇമോഷൻസ് അവിടെ വളരെ ഹയർ ആയ കാരണം നിങ്ങളെ തന്നെ എങ്ങനെ രക്ഷിക്കണം അല്ലെങ്കിൽ ആ പേടി കൊണ്ട് മാത്രം നിലനിൽക്കുന്നൊരവസ്ഥയായിരിക്കും. പക്ഷേ ആ തിരമാല താഴെ വന്നതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും, ഒരു തിരമാലയും പോയോൾ തന്നെ നിൽക്കാനായിട്ട് പോകുന്നില്ല. അതുപോലെ ഏതൊരു ഇമോഷനും കൂടിയ രീതിയിൽ തന്നെ എപ്പോഴും നിലനിൽക്കില്ല. നിങ്ങൾക്ക് ഇമോഷൻ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളതിനെ മാനിക്കുകയോ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ആ ഇമോഷൻസ് എന്ന് പറയുന്ന ഡ്യൂറേഷൻ, അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് കുറയുക ചെയ്യുക. നിങ്ങളതിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോഴോ ആ ഇമോഷൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിന്ന് അത് ദൈർഘ്യം കൂടും. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇമോഷൻ്റെ ദൈർഘ്യം കുറയുകയും അതിൻ്റെ തീവ്രത കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഇമോഷനെ കളയാൻ ശ്രമിക്കേണ്ട, അതിനെ കൂടെ തന്നെ നിലനിർത്താൻ ശ്രമിക്കും. അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒരു തിരമാല നിങ്ങൾ കടൽ തീരത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ഇമോഷനെയും വരും, കുറച്ച് കഴിയുമ്പോൾ പോവും എന്നുള്ള ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ആ ലക്ഷണങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ വയറ്റിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ചെസ്റ്റിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ ടെൻഷൻ, ഒരു പക്ഷേ ഫോർഹെഡിലായിരിക്കാം ആ ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. ആ ടെൻഷനെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈ ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചുരുട്ടിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക, ദേഷ്യം വന്നിട്ട്. അതിനൊന്ന് ശ്രദ്ധിക്കുക അവിടെ എന്താ സംഭവിക്കുന്നത്. തൊണ്ട ചിലപ്പോൾ ഇടറുന്നുണ്ടായിരിക്കും,
വെള്ളം വറ്റുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരവസ്ഥയൊന്ന് ശ്രദ്ധിക്കാം. അവർ പറയുന്നത് വളരെ വേദനാജനകമായിട്ട് കണ്ണിലൂടെ കരച്ചിൽ വരുന്നുണ്ടായിരിക്കും. ഒന്ന്, നിങ്ങളുടെ കണ്ണുനീര് വരുന്ന കാരണമായിട്ടുള്ള ഇമോഷനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ചില സമയങ്ങളിൽ നിങ്ങൾ ശ്വാസം വളരെ ഉള്ളിലേക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ വിടുന്ന രീതി, പെട്ടെന്ന് വിടുന്ന രീതി, ആഴം കുറഞ്ഞ ഒരു ശ്വാസോച്ഛ്വാസം, അതിനെ ഒന്ന് ശ്രദ്ധിക്കുക. ഹാർട്ട് റേറ്റ് പതിയെ കൂടി വരുന്നു, അതിനെ ഒന്ന് ശ്രദ്ധിക്കുക. ശരീരത്തിൽ ഏത് സെൻസേഷൻസ് ആയി കഴിഞ്ഞാലും, എന്ത് ചെറിയ മാറ്റമാണ് നിങ്ങൾ ഇമോഷണലി ആവുന്ന സമയത്ത് വരുന്നതെങ്കിലും അതിനൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചു നോക്കിയേ. എത്ര നേരം അത് നിലനിൽക്കുന്നുണ്ട്, എത്ര നേരത്തിനുള്ളിൽ ഇത് മാറിപ്പോകുന്നുണ്ട്. അടുത്ത പ്രാവശ്യം സംഭവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. മനസ്സിലാക്കുക, നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഇമോഷനല്ല. നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഈ ഇമോഷനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതിന്മേൽ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട ആവശ്യകതയില്ല. അതിന് അനുകൂലമായിട്ടോ വിപരീതമായിട്ടോ നിങ്ങൾ പ്രവർത്തിക്കേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ ഇതിനു മുമ്പും ഇതുപോലത്തെ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മുമ്പ് നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്, മുമ്പ് നിങ്ങൾ പേടിച്ചിട്ടുണ്ട്, മുമ്പ് നിങ്ങൾ വിറച്ചിട്ടുണ്ട്, മുമ്പ് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടിയിട്ടുണ്ട്. അതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ആ സമയത്തിന് നിങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇമോഷനും എന്നേക്കും നിലനിൽക്കില്ല. ഇനി ഞാൻ ഒരു രസകരമായിട്ട് കാര്യം പറയാം. നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി വയ്ക്കുക. ഒന്ന് അതിനെ ലവ് ചെയ്യുക, ഒന്ന് സ്നേഹിക്കുക. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ വികാരത്തിനൊന്ന് സ്നേഹിച്ചു വയ്ക്കുക. മണ്ടത്തരാന്ന് തോന്നാം ഇങ്ങനെ പറയുന്നത്. ഇമോഷൻ എന്ന വേദന അനുഭവിപ്പിക്കുന്ന ഇമോഷനെ സ്നേഹിക്കുക, എന്താ പറയുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനത്തെ നിങ്ങളുടെ ഇമോഷനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതിനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിന് കംപ്ലീറ്റ്ലി എതിരായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നിങ്ങളുടെ ഇമോഷൻ നിലനിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അതിനടുത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അതേ സമയത്ത് അതിനെതിരായിട്ട് നിങ്ങളതിനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ശ്രമിക്കുമ്പോൾ ആ ഇമോഷൻ അവിടെ നിർവീര്യമായി ന്യൂട്രലൈസ് ചെയ്യേ പോവുക ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾക്കുള്ളൊരു രീതിയാണ് നമ്മൾക്ക് അനുഭവിക്കുന്ന ഇമോഷനെ നമ്മൾ ജഡ്ജ് ചെയ്ത്, ഇത് ശരിയല്ല, ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പാടില്ല, ഞാനിപ്പോൾ ഇത്രയും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു, കരഞ്ഞു പോകുന്നു, ഞാൻ എന്ത് തരത്തിലുള്ള ആണാ, ഞാൻ എപ്പോഴും ഇങ്ങനെ കരച്ചു പോവുക, അങ്ങനെയൊക്കെയുള്ള രീതി എന്ന് പറയുന്നത് ഒരു ജഡ്ജിങ് ആയിട്ടുള്ള രീതിയാണ്. അതുകൊണ്ട് ജഡ്ജ് ചെയ്ത് നമ്മൾ ആ ഇമോഷനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളയാൻ ശ്രമിക്കുമ്പോൾ അത് നിലനിൽക്കുക ചെയ്യുക. അതേ സമയത്ത് അതിന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത്. എങ്ങനെയാണ് ഈ ഇമോഷൻ നിങ്ങളുടെ ഈ സമയത്ത് അർത്ഥവത്താകുന്നത്? എന്തുകൊണ്ടാണ് ഈ ഇമോഷൻ സംഭവിക്കുന്നത്? നിങ്ങളുടെ അടുത്തിനൊന്ന് പറയുക, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ഇൻ ദിസ് വേ. ഈ സമയത്ത് ഇങ്ങനെ അനുഭവിക്കുന്നത് കുഴപ്പമില്ല, ഞാനിതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ വികാര നിർഭരയോ ആവുന്ന സമയത്ത് ഒന്നതിനെ വീക്ഷിക്കാം. നിങ്ങൾ ഇമോഷനൊന്ന് ഒബ്സർവ് ചെയ്യുക. ഒരു തിരമാല വന്ന് പോകുന്ന പോലെ നിങ്ങളുടെ ഇമോഷൻ വന്ന് പോകുന്നതായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. ഒന്ന് ക്യൂരിയസ് ആയിട്ട് ജിജ്ഞാസയോട് കൂടിയിട്ട് എന്തൊക്കെ ശാരീരിക ലക്ഷണങ്ങളാണ് നിങ്ങളുടെ ഈ വികാരം നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ആ ഇമോഷനെ ഒന്ന് സ്നേഹിക്കാനായിട്ട് ലവ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഒറ്റയടിക്ക് അടുത്ത പ്രാവശ്യം ഇമോഷണൽ ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇമോഷണൽ ആണെങ്കിൽ അത് സാധിച്ചുകൊള്ളണമെന്നില്ല. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയും അതിനെ സ്നേഹിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ ആ ഇമോഷൻ അവിടെ നിർവീര്യമായി നിങ്ങളുടെ കൺട്രോളിൽ വരും. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഇമോഷൻ ഒരിക്കലും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിൽക്കില്ല, നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യും. നന്ദി.